വെൽക്കം ബാക്ക് ടു പ്രൈം ഡയറക്ഷൻ. പസിൽസിൻ്റെ 6ാമത്തെ വീഡിയോ ആണ്. അപ്പോൾ എന്താണ് ഇനി നോക്കാനുള്ള ഡബിൾ ലൈനപ്പ് എന്നുള്ള ഒരു ടൈപ്പ് പസിൽസ് ആണ്. അപ്പോൾ ഡബിൾ ലൈനപ്പ് എന്താണ്? ചിലപ്പോൾ എന്താണ് നമ്മളിപ്പോൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, എന്താണ് കുറച്ച് ആൾക്കാരുണ്ടാവും, അതിനൊരു സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഒക്കെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല ചില ആൾക്കാർക്ക് എന്താണ് ചില നമ്പേഴ്സ് അല്ലെങ്കിൽ ചില കളേഴ്സ് ഇഷ്ടപ്പെടുന്നൊക്കെ പറയും. ഇപ്പോൾ എ എന്നുള്ള ഒരാൾക്ക് എന്താണ് ബ്ലൂ കളർ ഇഷ്ടപ്പെടുന്നത് പറയും. അപ്പോൾ അതിനൊക്കെയാണ് നമ്മൾ ഡബിൾ ലൈനപ്പ് എന്നുള്ളതൊക്കെ പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ലാസ്റ്റ് പ്രോബ്ലത്തിൽ നമ്മളിത് ഈ ടൈപ്പ് നമ്മൾ നോക്കിയതാണ്. അപ്പോൾ അതിൻ്റെ വേറെ മോഡൽസ് എങ്ങനെയൊക്കെയാണ് നമ്മൾ എക്സാം ലെവലായിട്ട് വരുന്നത് ഏതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എങ്ങനെയാണ്, 5 persons എന്താണ് 5 ആൾക്കാരുണ്ട്, എന്താണ് കുറച്ച് അവരെന്താണെന്ന് പറഞ്ഞാൽ ഐറ്റംസ് കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്, എന്താണ് ഓരോരുത്തർ കഴിഞ്ഞതിന് ശേഷമാണ് അടുത്ത ആൾ വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താണ് 2 person ബോട്ട് ബിറ്റ്വീൻ എ ആൻഡ്. അപ്പോൾ എന്താണ് അവർ ഓരോരുത്തർ എന്താണ് ഓരോ ഐറ്റംസ് ആണ് വാങ്ങിയത്. ഇപ്പോൾ ഇതാ ഇവിടെ പറഞ്ഞ എന്താണ് ചെയർ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്, വാളറ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്, പിന്നെ എന്താണ് ടേബിൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എന്താണ് ABCD എന്ന് പറഞ്ഞ എന്താണ് AKGLS എന്ന് പറഞ്ഞ 5 ആൾക്കാരുണ്ട്. അവർ ഓരോ ടൈപ്പ് സാധനങ്ങളും വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് നമ്മൾ രണ്ട് വേരിയബിൾസിനെയാണ് നമ്മൾ എന്താണ് പസിൽസ് ആക്കി ചെയ്യേണ്ടത്. അതെങ്ങനെയാണ് അപ്രോച്ച് ചെയ്യാമെന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണ് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞ പോലെ തന്നെ എന്താണ് നമുക്ക് തന്നിട്ടുള്ള കണ്ടീഷൻസ് ഓരോ ഹിൻറ്റുകളായിട്ട് ആദ്യം എഴുതി വെക്കണം, എന്നിട്ട് പസിൽ ഫില്ല് ചെയ്യാൻ നിൽക്കണം. അപ്പോൾ എന്താണ് 2 person ബോട്ട് ബിറ്റ്വീൻ എ ആൻഡ് 1 who bought ചെയർ. അപ്പോൾ എന്താണ് A2 ചെയർ എന്ന് ആദ്യം എഴുതി വെക്കുക. പിന്നെ എന്താണ് S does not buy wallet. അപ്പോൾ S not equal to wallet. പിന്നെ എന്താണ് G purchase immediately before K but none of them bought ചെയർ. G എന്താണെന്ന് പറഞ്ഞാൽ GK എന്ന് എഴുതുക. പിന്നെ അടുത്തടുത്ത് അതിനെ കൊണ്ട് ഒരു കോമ ഇടുക. സാധാരണ ജിയും കെയും ഇമ്മീഡിയറ്റ് നൈബർ ആണെങ്കിൽ നമ്മളെന്താണ് ഈ ഒരു സൈൻ അതിന് ഉപയോഗിക്കുക. ഇപ്പോൾ എന്താണ് G കഴിഞ്ഞിട്ടാണ് K എന്നുള്ളതിനെ കൊണ്ട് ഒരു കോമ ഇടുക. G പർച്ചേസ് ഇമ്മീഡിയറ്റ്ലി ബിഫോർ K ബട്ട് നൺ ഓഫ് ദം ബോട്ട് ചെയർന്ന്. അപ്പോൾ എന്താണ് രണ്ടും എന്താണെന്ന് പറഞ്ഞാൽ ചെയർ അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്, ചെയർ അല്ല. പിന്നെ എന്താണ് 3 person ബോട്ട് ബിറ്റ്വീൻ ദ ചെയർ ആൻഡ് ടേബിൾ എന്നാണ് പറയുന്നത്. ചെയറിൻ്റെയും ടേബിളിൻ്റെ ഇടയിൽ എത്ര ആൾക്കാരുണ്ടെന്ന് പറഞ്ഞാൽ 3 എന്നാണ് പറയുന്നത്. ഇതാ ഇവിടെ ചെയർ ടേബിള് 3 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താണ് ഓൺലി 2 person ബോട്ട് ബിറ്റ്വീൻ ദ 1 who purchased വാളറ്റ് ആൻഡ് ടേബിൾ. അപ്പോൾ ടേബിളും വാളറ്റും തമ്മിൽ എത്രയാണെന്ന് പറഞ്ഞാൽ 2 ആൾക്കാരുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താണ് ബാഗ് ഈസ് പർച്ചേസ്ഡ് ഇമീഡിയറ്റ്ലി ബിഫോർ പെർഫ്യൂം എന്നാണ് പറയുന്നത്. ബാഗ് പെർഫ്യൂമിന് മുന്നേ ആണെന്ന്. പിന്നെ എന്താണ് ഓൺലി 2 person ബോട്ട് ബിറ്റ്വീൻ L ആൻഡ് പെർഫ്യൂം. എത്രയാണ് പെർഫ്യൂം 2L. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ എന്താണ് പസിൽ ഫോം ചെയ്യണം. അപ്പോൾ ആദ്യം എന്താ ചെയ്യേണ്ടത്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ് 5 ആൾക്കാരെ ഒരു ലൈനിലാക്കി വെക്കുക. 1 2 3 4 5. അപ്പോൾ എന്താണ് ഫസ്റ്റ് വാങ്ങിയ ആളാരായിരിക്കും ഇവിടെയാണ് വരിക, സെക്കൻഡ് വാങ്ങിയവർ ഇവിടെ, തേർഡ് ഫോർത്ത് ഫിഫ്ത്ത്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഫില്ല് ചെയ്യേണ്ടത്. എങ്ങനെയാണ് തുടങ്ങേണ്ടത്, നമുക്ക് ഈ സംഭവങ്ങളൊക്കെ തന്നിട്ടുണ്ട്. എവിടെ വെച്ചാണ് തുടങ്ങേണ്ടത് നമുക്ക് പറയാൻ പറ്റുമോ? ആകെയുള്ള എന്താണ് നമുക്ക് ഓർഡറിൽ തന്ന് G കഴിഞ്ഞിട്ടാണ് K, അതുമാത്രമല്ല ബാഗ് കഴിഞ്ഞിട്ടാണ് പെർഫ്യൂം എന്ന് മാത്രമേ തന്നിട്ടുള്ളൂ. അപ്പോൾ എവിടെ നിന്നാണ് തുടങ്ങേണ്ടത് നമുക്കറിയില്ല. അപ്പോൾ എന്താണ് ഞാനിപ്പോൾ തൽക്കാലം A ആണ് ഫസ്റ്റ് വാങ്ങിയെന്നുള്ള രീതിയിൽ എന്താണ് ഞാൻ തുടങ്ങുകയാണ്. അപ്പോൾ A ഇവിടെയാണെങ്കിൽ ചെയർ എവിടെ വരും, ചെയർ ഇവിടെയല്ലേ വരിക, 2 എണ്ണം കഴിഞ്ഞിട്ട് ചെയർ ഇവിടെ വരും, ചെയർ ഇവിടെ വരും. ചെയർ ഇവിടെയാണെങ്കിൽ ടേബിൾ എവിടെയാണ് വരണ്ടേ, 3 എണ്ണം കഴിഞ്ഞിട്ട് ഇവിടെ വരണ്ടേ. അപ്പോൾ അത് നടക്കൂലല്ലോ. അപ്പോൾ അതെന്തായിരിക്കും പോസിബിൾ അല്ല. അങ്ങനെയാണെങ്കിൽ ചെയറിൻ്റെയും ടേബിളിൻ്റെ ഇടയിൽ 3 ആണുള്ളത്. അതെങ്ങനെയേ വരുള്ളൂ, ചെയർ ഞാൻ ഇവിടെ വെക്കുകയാണെങ്കിൽ ടേബിൾ ഇവിടെ വരണം, അല്ലെങ്കിൽ ചെയർ ഇവിടെ വെക്കുകയാണെങ്കിൽ ടേബിൾ ഇവിടെ വരണം. അങ്ങനെ നമുക്ക് വരയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ 2 കേസായല്ലോ. അപ്പോൾ എങ്ങനെയാണ് പറയുന്നത്, ഇവിടെ ചെയർ വെക്കുകയാണെങ്കിൽ ഇവിടെ ടേബിള്. ഇനിയിപ്പോൾ സപ്പോസ് ഇവിടെയാണ് ചെയർ വെക്കുന്നതെങ്കിൽ ഇവിടെ ടേബിള്. 2 കേസാക്കിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഇവിടെ ചെയർ വെക്കുകയാണെങ്കിൽ ഇവിടെ ടേബിള്, ഇവിടെ ചെയർ വെക്കുകയാണെങ്കിൽ ഇവിടെ ടേബിള്. പിന്നെ എന്താണെന്ന് പറഞ്ഞാൽ പിന്നെ ടേബിൾ ടു വാളറ്റ്, ടേബിൾ 2 വാളറ്റ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ വാളറ്റ് വരും, അങ്ങനെയാണെങ്കിൽ ഇവിടേക്കും വാളറ്റ് വരിക. പിന്നെന്താ പറഞ്ഞത് Aയും 2 ചെയറിന്ന് 2 ഗ്യാപ്പിൽ A. അങ്ങനെയാണെങ്കിൽ A ഇവിടെ വരും, ചെയറിന്ന് 2 ഗ്യാപ്പിൽ 1 2 ഗ്യാപ്പിൽ ഇവിടെ Aയും വരും. അപ്പോൾ എന്താണ് ഏകദേശം നമ്മൾ ഫസ്റ്റിലത്തെ എന്താണ് ഫസ്റ്റ് പോയിന്റ് നമ്മളെന്താണ് മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താണ് ഇനിയുള്ളത്, S എന്താണെന്ന് പറഞ്ഞാൽ വാളറ്റ് അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഇവിടെ S അല്ല എന്ന് നമുക്കൊന്ന് മാർക്ക് ചെയ്യാം.
പിന്നെ എന്താണ് ഇവിടെ എസ് അല്ല എന്ന് നമുക്ക് മാർക്ക് ചെയ്യാം. പിന്നെ എന്താണ് ബാഗ് കഴിഞ്ഞിട്ടാണ് പെർഫ്യൂം എന്നുള്ളത്. ഇവിടെ ബാഗ് കഴിഞ്ഞിട്ട് പെർഫ്യൂം എന്നുള്ളത് പ്ലേസ് ചെയ്യാൻ പറ്റുക. നോക്കേ, ബാഗ് ഇതാ ഇവിടെ അല്ലേ വെക്കാൻ പറ്റുള്ളൂ, ബാഗ് പെർഫ്യൂം അല്ലേ, അവിടെ അല്ലേ എന്താണ് ബാക്കി ആയിട്ടുള്ളൂ. അങ്ങനെ തന്നെ താഴെയോ ഇവിടെ ബാഗ് ഇവിടെ പെർഫ്യൂം. അപ്പോൾ എന്താണ് ഇതും നമ്മൾ എന്താണ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി പെർഫ്യൂം 2L. ഇപ്പോൾ പെർഫ്യൂം ഇവിടെ ഉണ്ട് 2L. നോക്ക് ഇവിടെ നിന്ന് ഇതാ പെർഫ്യൂം 2 കഴിഞ്ഞിട്ട് അങ്ങോട്ടേക്ക് എന്താണ് വെക്കാൻ സ്ഥലമില്ല. ഇവിടെ നിന്ന് പെർഫ്യൂം കഴിഞ്ഞ് 2 വെക്കാൻ ഇവിടെ സ്ഥലമില്ല. അപ്പോൾ എന്തായി ഇതെന്തായി കട്ടായി പോയി. എന്താ ചെയ്തേ, പെർഫ്യൂം 2L 2 കഴിഞ്ഞിട്ട് 2 ഗ്യാപ്പ് കഴിഞ്ഞിട്ട് L വെക്കാമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് വെക്കാനുള്ള ഓപ്ഷൻ ഇല്ല. ഇവിടെ നോക്കുകയാണെങ്കിൽ പെർഫ്യൂം ഉണ്ട് 2 കഴിഞ്ഞിട്ട് ഇവിടെ L വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായി ഇതും നമ്മൾ ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായി ഇതുവരെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി എന്താണ് ജിയും കെയും ആണുള്ളതെന്ന് പറഞ്ഞ് അത് രണ്ടും അടുത്തടുത്ത് വന്ന് ദാ ഇവിടെ ജി വെച്ച് ഇവിടെ കെ വെച്ച്. ഇനി എന്താണ് ബാക്കിയുള്ളത് AKGLS അല്ലേ, ഇതിലെവിടെയാണ് എസ്. അപ്പോൾ എസ്സും കൂടി അതിന് ബാക്കിയുള്ളത് അതും കൂടി ഞാൻ അവിടെ എഴുതി. ഇപ്പോൾ എന്തായി നമുക്കെന്തായി പസിൽ കിട്ടിയില്ലേ. അപ്പോൾ എന്താ ചെയ്തത്, 2 കേസസ് ആയിട്ട് തുടങ്ങി. എങ്ങനെയാണ് കേസസ് ആയിട്ട് തുടങ്ങിയ ചെയർ 3 ഗ്യാപ്പ് എന്നാണുള്ളത്. ആകെ 5 പേരും അതിൻ്റെ ഇടയിൽ 3 ആൾക്കാരാണെങ്കിൽ അവർ 2 പേര് എൻഡിലായിരിക്കും എന്നാണ് പറയുന്നത്. 5 പേരുള്ള ഒരു റോയിൽ എന്താണ് 2 പേർക്ക് ഇടയിൽ 3 ആൾക്കാരുണ്ട് എന്ന് പറയുന്നത്. എന്താണ് ടോട്ടൽ 5 പേരാണുള്ളത്. അപ്പോൾ 5 പേരിൽ 2 പേരുണ്ട്, അതിൻ്റെ ഇടയിൽ 3 ആൾക്കാരുണ്ട് എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ അവർ 2 പേരും എൻഡിലാണെന്ന്. അപ്പോൾ എൻഡിൽ വെച്ച് തുടങ്ങി അതാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്, ചെയർ ടേബിള് അല്ലെങ്കിൽ ടേബിള് ചെയർ. എന്നിട്ട് അത് 2 കേസസിലും ബാക്കിയുള്ള എന്താണ് പോയിൻറ്റ്സുകൾ ഫില്ല് ചെയ്ത് നോക്കിയപ്പോൾ ഒരു സമയം എത്തുമ്പോൾ എന്തായിരിക്കും ഒരു കേസ് എന്നുള്ളത് ക്യാൻസലായി പോകും. അപ്പോൾ എന്തായി നമുക്ക് ആൻസർ എന്തായി കിട്ടും, മറ്റേ കേസ് വെച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള എല്ലാ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്തിട്ട് ആൻസർ കിട്ടും. ഇതാണ് നമ്മളെന്താണ് ഫൈനൽ ആൻസർ, ഫൈനൽ പസിലായിട്ട് കിട്ടുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് ഇത് ബേസ് ചെയ്തിട്ട് 5 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അത് നമുക്ക് സിമ്പിളായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ഇനി എന്തായാലും നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം, പസിൽ നോക്കാം. അപ്പോൾ അടുത്ത പസിലാണ് 8 ഫ്രണ്ട്സ് ഉണ്ടെന്ന് പറഞ്ഞ് 8 ആൾക്കാർ നോർത്തിൽ എന്താണ് ഫേസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞ് ഈച്ച് ഓഫ് ദം ഹാസ് ഡിഫറെൻറ്റ് പ്രൊഫഷൻ. എന്താണ് അവർക്ക് ഓരോരുത്തർക്കും ഓരോ പ്രൊഫഷൻ ഉണ്ട്. ചില ആൾക്കാർ ടീച്ചറായിട്ടുണ്ടാവും, ചില ആൾക്കാർ ഡോക്ടറായിട്ടുണ്ടാവും, CA ആയിട്ടുണ്ടാവും, ലോവർ ആയിട്ടുണ്ടാവും. ക്വസ്റ്റ്യൻ എന്താണ് കുറച്ച് എന്താണ് ചെറിയ ലെറ്റേഴ്സിലാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ വീഡിയോ പൗസ് ചെയ്തിട്ട് ഒന്ന് സൂം ചെയ്തിട്ട് എല്ലാവരും ഒന്ന് വർക്കൗട്ട് ചെയ്യുക, എന്നിട്ട് മാത്രം ക്വസ്റ്റ്യൻ ഒന്നുകൂടി ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കുക. അപ്പോൾ എങ്ങനെയാണ് ഇത് അപ്രോച്ച് ചെയ്യുക എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ആദ്യം എന്താണ് നമ്മളൊരു ലൈന് വരച്ചേക്കുക, 8 ആൾക്കാരെ വരച്ചേക്കുക. 1 2 3 4 5 6 7 8. അപ്പോൾ എന്താണ് ഓരോരുത്തരും എന്താണ് നോർത്തിലേക്കാണ് ഫേസ് ചെയ്യുന്നത്. പക്ഷേ അവർക്ക് എന്താണ് ഓരോ പ്രൊഫഷനും ഉണ്ടെന്നും പറയുന്നുണ്ട്. അതാണ് നമുക്ക് എന്താണ് ഫില്ല് ചെയ്യേണ്ടത്. അപ്പം എന്താണ് ഇവിടെ നിന്ന് തുടങ്ങുകയാണെങ്കിൽ R and Q സിറ്റിംഗ് അറ്റ് ദ എക്സ്ട്രീം എൻഡ്. ആറും Q എന്താണെന്ന് പറഞ്ഞ് എൻഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താണ് 3 പേഴ്സൺ സിറ്റ് ബിറ്റ്വീൻ R and ഡോക്ടർ. R 3 ഡോക്ടർ. പിന്നെന്താണ് 2 പേഴ്സൺ സിറ്റ് ബിറ്റ്വീൻ എൻ എഞ്ചിനീയർ ആൻഡ് ഡോക്ടർ. 2 എഞ്ചിനീയർ. പിന്നെ എന്താണ് W and U are immediate neighbors of S. അങ്ങനെയാണെങ്കിൽ എങ്ങനെ എഴുതുക, W ഉം എസിൻ്റെ നെയ്ബറാണെന്ന്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും എസ് ആയിരിക്കും മിഡിൽ ഉണ്ടാകുക, അതിൻ്റെ 2 സൈഡിൽ WU ഉണ്ടാവും എന്ന് പറഞ്ഞ്. അപ്പോൾ എന്താണ് എസ് എന്ന് പറഞ്ഞാൽ ഡോക്ടറാണെന്ന് പറഞ്ഞിട്ടുണ്ട്, എസ് ഡോക്ടറാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെന്താണ് എസിൻ്റെ അപ്പുറത്തും അല്ല 2 സൈഡിലായിട്ട് എന്താണെന്നുള്ളത് W U ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, W U. ഇപ്പോൾ എന്താണ് ഇതേ ഇതിൽ തന്നെയാണോ വരണം, WSU തന്നെയാണോ വരണമെന്ന് നിർബന്ധമില്ല. ചിലപ്പോൾ എന്തായി USW ആവും. എന്താണ് 2 ചാൻസ് ഉണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്താണ് W ഇമ്മീഡിയറ്റ് നെയ്ബേഴ്സ് ഓഫ് S is a doctor and V sit immediate left of W എന്ന് പറയുന്നത്. V sit immediate left of W. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തായിട്ട് ഉറപ്പിച്ച് പറയാം, ഈ WSU എന്നുള്ള ഉറപ്പിച്ച് പറയാം. അല്ലാണ്ട് എന്താണ് USW എന്ന് വരില്ല എന്ന് പറയാം. എന്തുകൊണ്ടാണ് ഈ ഡബ്ല്യുവിൻ്റെ ലെഫ്റ്റിലാണ് വി ഉള്ളതെന്നെങ്കിൽ നമുക്ക് ഇങ്ങനെ ഉറപ്പിച്ച് പറയാം. ഇപ്പോൾ സപ്പോസ് USW ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഡബ്ല്യുവിൻ്റെ ലെഫ്റ്റിൽ വി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിബിൾ ആണോ? അല്ല. എന്തുകൊണ്ടാണ് ഡബ്ല്യുവിൻ്റെ ലെഫ്റ്റിൽ ഓൾറെഡി എസ് ഉണ്ട്, അപ്പോൾ അത് പോസിബിൾ അല്ല. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് ഇതെന്തായാലും എന്താണ് നമുക്ക് ഉറപ്പിച്ച് പറയാമെന്ന് പറഞ്ഞ്. പിന്നെ എന്താണ് പറയുന്നത്, 1 പേഴ്സൺ സിറ്റ് ബിറ്റ്വീൻ ദ വൺ ഹൂ ഇസ് CAയും Uയും തമ്മിൽ, CAയും Uവും തമ്മിൽ എന്താണെന്ന് പറഞ്ഞാൽ ഒരാളുണ്ട് എന്ന് പറഞ്ഞ്, CAയും Uവും തമ്മിൽ ഒരാളുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. U എന്താണെന്ന് പറഞ്ഞാൽ ടീച്ചറാണെന്ന് പറഞ്ഞിട്ടുണ്ട്.
യു എന്താണെന്ന് പറഞ്ഞാൽ ടീച്ചർ, യു എന്താണ് ടീച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ട്. പി ഈസ് നോട്ട് എൻ ആക്ടർ, പി നോട്ട് ഈക്വൽ ടു ആക്ടർ എന്നുള്ളതും, പി നോട്ട് ഈക്വൽ ടു ആക്ടർ എന്നുള്ളതും കൂടി നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. പി ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ഓഫ് ക്യൂ എന്നുള്ളത്, പി ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ഓഫ് ക്യൂ എന്നും കൂടി നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പി ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ഓഫ് ക്യൂ എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്യൂ എവിടേക്കും വരിക? അത് നമുക്ക് എന്താണ് ഇപ്പോൾ ബാക്കി നോക്കാതെ തന്നെ നമുക്ക് ആൻസർ കണ്ടെത്താൻ പറ്റും. പി ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ഓഫ് ക്യൂ ആണെങ്കിൽ പിന്നെ എന്താണ് ക്യൂ എവിടേക്കും വരിക? റൈറ്റിൻ്റെ ഇല്ല വരിക. എന്തുകൊണ്ടാണ്? ഇതാ ക്യൂ എൻഡാന്ന് പറഞ്ഞിട്ടുണ്ട്, പി എന്താണ് അതിൻ്റെ ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം സപ്പോസ് ക്യൂ ഇവിടെയാണെങ്കിൽ അതിൻ്റെ ഇമ്മീഡിയറ്റ് ലെഫ്റ്റിൽ പി ഉണ്ടെന്ന് പറയുന്നത്, പിന്നെ നമുക്ക് വേറെ ഇടം വരയ്ക്കാൻ ഓപ്ഷൻ ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് എന്താണ് ക്യൂ ഇവിടെയാണെന്ന് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പി എവിടെയാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ആണെന്നും കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആറ് എവിടെയാണെന്ന് കിട്ടും? അത് ആറ് ഇവിടെയാണെന്നും കിട്ടും. അപ്പോൾ എന്താണ് നമ്മൾ ഫുള്ള് ക്വസ്റ്റ്യൻ വായിക്കുന്നതിന് മുന്നേ കുറച്ചൊക്കെ നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ എന്താണ് ബാക്കി ക്വസ്റ്റ്യൻ കൂടി വായിച്ച് നോക്കുക. ക്യൂ എന്താണെന്ന് പറഞ്ഞാൽ ദ എഞ്ചിനീയർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ക്യൂ ഹു ഈസ് എൻ എഞ്ചിനീയർ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് ഹൂ എന്ന് പറയുമ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ അതിന് നേരെ മുന്നിലുള്ളതാണ് സബ്ജക്റ്റ് എന്ന് പറഞ്ഞത്. ക്യൂ ഹു ഈസ് എ എഞ്ചിനീയർ എന്ന് പറയുമ്പോൾ ക്യൂ ഈസ് എ എഞ്ചിനീയർ എന്നാണ് വരിക. ഇനിയിപ്പം ദ ഓണ്ടർപ്രണർ ഈസ് നോട്ട് എൻ നൈബർ ഓഫ് ലോയർ എന്ന് പറയുന്നത്, അതെങ്ങനെയാണ് മാർക്ക് ചെയ്യുക? ഓണ്ടർപ്രണർ ലോയറിൻ്റെ നൈബറിലാണ്. അടുത്ത ഓണ്ടർപ്രണർ സീറ്റ് സെക്കൻഡ് ടു ദ റൈറ്റ് ഓഫ് സിംഗറിൻ്റെ സെക്കൻഡ് ടു ദ റൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഇതും കൂടി മാർക്ക് ചെയ്തപ്പോഴത്തേക്ക് നമ്മളെ ക്വസ്റ്റ്യൻസിലുള്ള എല്ലാ കണ്ടീഷനും നമ്മളെന്താണ് എഴുതി കഴിഞ്ഞിട്ടുണ്ട്. ഇനി എന്താണ് ബാക്കിയുള്ളത് നമുക്ക് ഓരോന്നായിട്ട് നമ്മളെ ഈ ഓരോ ഹിൻറ്റുകളായിട്ട് എഴുതി വെച്ചതിന് ഓരോന്നായിട്ട് ഫില്ല് ചെയ്ത് പോവാം. അപ്പോൾ ആറും ക്യൂ എൻ്റെ ആണെന്നുള്ളത് നമ്മളെന്തായി ഓൾറെഡി ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. 3 ഡോക്ടറാണെന്നുള്ളത് എങ്ങനെയാണ്? 1 2 3. അപ്പോൾ എന്താണ് ഇവിടെ ഡോക്ടറാണെന്ന് കിട്ടിയിട്ടുണ്ട്. ഡോക്ടർ ആരാന്ന് പറഞ്ഞിട്ടുള്ളത്? ഡോക്ടർ എസ് ആണെന്ന് നമുക്ക് നേരത്തെ കിട്ടിയിട്ടുണ്ട്. പിന്നെന്താണ് എസിൻ്റെ നേരെ റൈറ്റിൽ ഏതാണ്? യു ടീച്ചറാണെന്ന് കിട്ടിയിട്ടുണ്ട്, യു ടീച്ചർ. പിന്നെന്താ കിട്ടിയത്? യു ടീച്ചർ 1 CA എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ യു ടീച്ചർ ഇവിടെയാണ്, 1 CA എന്താണ് ഇവിടെ ഓൾറെഡി ക്യൂ എഞ്ചിനീയർ ആണെന്ന് ഫില്ല് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ CA എന്നുള്ള എവിടെ പറ്റുള്ളൂ? ഇവിടെ പറ്റുള്ളൂ. അപ്പോൾ 1 CA എന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്ത ഏതാണ്? യുവിൻ്റെ എസിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് W ഉണ്ട്, അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ V ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ എന്താണ് ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താണ് ഡോക്ടർ ടു എഞ്ചിനീയർ, അത് നമ്മൾ വിട്ടുപോയല്ലോ. ഡോക്ടർ ടു എഞ്ചിനീയർ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായി ഇത് നമ്മൾ ഫില്ല് ചെയ്തിട്ടുണ്ട്, ഇത് രണ്ടും നമ്മൾ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി ഏതാണ്? പി നോട്ട് ഈക്വൽ ടു ആക്ടർ എന്ന് പറഞ്ഞത്. അപ്പോൾ എന്താണ് ഇവിടെ ആക്ടർ എന്നല്ല, അത് അവിടെ നിൽക്കട്ടെ. ഇനി എന്താണ് പിയും പിൻ്റെ ക്യൂവിൻ്റെ ഇതും നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഏതാണ്? സിംഗറും ഓണ്ടർപ്രണറും. അപ്പോൾ സിംഗറും ഓണ്ടർപ്രണർ ഇവിടെ എവിടെയെങ്കിലും വരുമോ? ഇല്ല. അപ്പോൾ പിന്നെ എവിടെ വരാൻ ചാൻസ് ഉള്ളൂ? ഇതാ ഇവിടെ സിംഗറുണ്ട്, ഒരു ഗ്യാപ്പ് കഴിഞ്ഞിട്ട് ഓണ്ടർപ്രണർ ഇതാ ഇവിടെ വരുള്ളൂ. അപ്പോൾ അതും നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഓണ്ടർപ്രണറിൻ്റെ അടുത്തല്ല ലോയർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലോയർ ഇവിടെ വരില്ല. അപ്പോൾ ലോയർ എവിടെ വരുള്ളൂ? ലോയർ എവിടെ വരുള്ളൂ. അപ്പോൾ എന്തായി ഇതും നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി പി ആക്ടർ അല്ല എന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പി ആക്ടർ അല്ല, അത് ഓൾറെഡി നമുക്ക് പി ഓൾറെഡി ലോയർ ആണെന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആക്ടർ എന്നുള്ള എവിടെ വരുള്ളൂ? ആക്ടർ ഇവിടെ വരുള്ളൂ. ഇനി ഇവിടെ ഏതാ ഫില്ല് ചെയ്യാനായിട്ടുള്ളത്? PQRST. ടി മാത്രമേ ഉള്ളൂ. അല്ല ഈ ടി എങ്ങനെയാണ് വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിയെല്ലാം നമുക്ക് തന്നെന്താണ് 8 ആൾക്കാരുണ്ടെന്ന് പറഞ്ഞിട്ടുള്ളത്. അതിലത്തെ ബാക്കി 7 ആൾക്കാരെ നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിൽ ഫില്ല് ചെയ്യാത്ത ആരാളുള്ളത്? ടി മാത്രമേ ഉള്ളൂ. അപ്പോൾ ടീനെ നോക്കിയെടുത്ത് നമ്മൾ അതിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. നമ്മളെന്താണ് ഈ പസിൽ എന്താണ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ ഓരോ ഹിൻറ്റുകളായിട്ട് എടുത്തിട്ട് സോൾവ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനാണ്. ഇതിൽ എന്താണ് പറയുന്നത്? മോണ, മോട്ടി, മീര, മാളി, മിത്ര, മാൻസി, മേഘ, മൃഗ് എല്ലാവരും ഇതിലെന്താണ് ഇതുവരെ നമ്മൾ PQRST AB ഒക്കെയാണ് ഇതുവരെ ചെയ്തത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് പറയാൻ ഒരു കുറച്ച് ഈസി ആവട്ടെ എന്നുള്ള രീതിയിലാണ് നമ്മൾ ABCD ഒക്കെ എഴുതിയത്. ശരിക്കും എന്താണ് ഈ ക്വസ്റ്റ്യൻസിലൊക്കെ ഞാൻ ഈ ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്യുമ്പോൾ എന്താണ് ഓരോരുത്തരുടെ പേരായിരുന്നുള്ളത്. ഇപ്പോൾ A എന്നുള്ളത് അബി എന്നായിരുന്നുള്ളത്, ഇപ്പോൾ B എന്നുള്ളത് ബിബിൻ എന്നായിരുന്നുള്ളത്, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാനെന്താണ് ഇപ്പോഴാണ് നമ്മൾ ഇതിലേക്ക് വരുമ്പോഴാണ് എന്താണ് ഈ ഓരോ പേരുകളായിട്ട് വരുന്നത്. ഞാൻ നേരത്തെ ഒക്കെ ഷോർട്ടായിട്ടുള്ള ABCD എന്നൊക്കെ ആയിരുന്നു ഉപയോഗിച്ചത്. അപ്പോൾ എന്താണ് ഏകദേശം ഈ ടൈപ്പ് ആയിരിക്കും നമുക്ക് എക്സാമിന് വരിക. അപ്പോൾ ഏകദേശം എന്താണ് പേര് ഏകദേശം ഫുള്ളായിട്ട് നമുക്ക് എഴുതേണ്ടി വരും. അപ്പോൾ ഇതെന്താണെന്ന് പറയുന്നത്? ഈ 8 ആൾക്കാരെന്താണെന്ന് സർക്കിളിലാണ് ഉള്ളത്. എല്ലാവരും എന്താണ് ഫേസിങ് സെൻറ്ററാണ്. ആൻഡ് ഈച്ച് ഓഫ് ദം ആർ ബോൺ ഇൻ ഡിഫറെൻറ്റ് സിറ്റി. എന്താണ് ഈ 8 ആൾക്കാർക്കും
എന്താണ് അവർ ജനിച്ച സ്ഥലങ്ങൾ വെവ്വേറെയാണെന്ന് പറഞ്ഞത്. 8 സ്ഥലങ്ങളുണ്ട്, 8 സ്ഥലങ്ങളുടെ പേര് കൊടുത്തിട്ടുണ്ട്. ഇനി എന്താണ്, ഇനി ബാക്കിയുള്ളത് നമ്മൾ ഓരോ പോയിൻ്റ് ആക്കിയിട്ട് ഹിൻഡുകളാക്കിയിട്ട് എഴുതി വെക്കുക, എന്നിട്ട് സോൾവ് ചെയ്യുക. ഇനി എന്താണ് നോക്കുകയാണെങ്കിൽ ആദ്യത്തെ എന്താ പറയുന്നത്, 2 person were sitting between the one who born in നൈനിറ്റാൾ ആൻഡ് മിത്ര. എങ്ങനെയാണ്, മിത്ര എന്ന് പറഞ്ഞ ഒരാളാണ്, നൈനിറ്റാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞാൽ മിത്ര എന്ന് പറഞ്ഞ ഒരാളുടെ പേരാണ്, നൈനിറ്റാൾ എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ പേരാണ്. എങ്ങനെയാണ് എഴുതുക, നൈനിറ്റാൾ ടു മിത്ര ഒക്കെ നമ്മൾ ഇതിലത്തെ എന്താണ് എല്ലാം നമ്മൾ അടയാളപ്പെടുത്തി വെക്കുക. ഇത് എന്താണ് ഫേസിങ് ടുവാർഡ്സ് സെൻറ്റർ ആയതിനെ കൊണ്ട് എന്താണ് നമുക്ക് നേരത്തെ പോലെ എന്താണ് എവിടെ നിന്ന് എൻഡിൽ നിന്ന് തുടങ്ങാൻ അങ്ങനെയൊന്നും പറ്റില്ല. ഏതെങ്കിലും എല്ലാം അടയാളപ്പെടുത്തി വെച്ചിട്ട് കോമൺ ആയിട്ട് അല്ലെങ്കിൽ എല്ലാത്തിലും കൂടി എന്താണ് കോമൺ ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ എന്താണ് ആവർത്തിച്ച് കിട്ടുന്ന ഒരു പോയിന്റ് ഉണ്ടാവും, അവിടെ നിന്ന് വെച്ച് സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുക ചെയ്യേണ്ടത്. അപ്പോൾ എന്താണ് നൈനിത്താളും മിത്രയും തമ്മിൽ 2 ആൾക്കാരുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താണ് മോണ ബോൺ ഇൻ ഷിംല സിറ്റ് ഓപ്പോസിറ്റ് മിത്ര. ഈ മിത്രേൻ്റെ ഓപ്പോസിറ്റ് ആരാന്ന് പറഞ്ഞേ മോണയാണ്. അവർ ജനിച്ച സ്ഥലം ഷിംലയാണ്. ഈ ജനിച്ച സ്ഥലം നേരെ തലയ്ക്ക് മേലെ എഴുതി വെക്കുക. അപ്പോൾ എന്താണ് മോണ, അടുത്ത ആളെ പേരാണ് മോണ എന്നുള്ളത് എന്താണ് മിത്രേൻ്റെ ഓപ്പോസിറ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ദ വൺ ഹു ബോൺ ഇൻ പൂനെ ഓപ്പോസിറ്റ് മാലി, അതും കൂടി എഴുതി വെക്കുകയാണ്. പൂനെ ഓപ്പോസിറ്റ് മാലി. മാലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതും ഒരു ആളെ പേരാണ്. നോക്കണേ, മാലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ പേരാണ്. ഇതാ പിന്നെ എന്താണ് മൃഗ് വാസ് ബോൺ ഇൻ മുംബൈ ആൻഡ് സെക്കൻഡ് ടു ദ റൈറ്റ് ഓഫ് നൈനിറ്റാളിൻ്റെ സെക്കൻഡ് ടു ദ റൈറ്റിലാണ് ആരെന്ന് പറഞ്ഞ മൃഗ്. നൈനിറ്റാളിൻ്റെ സെക്കൻഡ് ടു ദ റൈറ്റ്. മൃഗ് എവിടെ ജനിച്ചത്, മുംബൈ എന്നുള്ള സ്ഥലത്താണ് ജനിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ട്. സെക്കൻഡ് ടു ദ ആരാണ് മൃഗ് എന്ന് പറഞ്ഞത്, സെക്കൻഡ് ടു ദ റൈറ്റ് ഓഫ് നൈനിറ്റാൾ ആണ് എന്ന് പറഞ്ഞ് മൃഗ് പിന്നെ എന്താണ് മുംബൈയിലാണ് ജനിച്ചത്. ആൻഡ് സിറ്റി സെക്കൻഡ് ടു ദ റൈറ്റ് ഓഫ് ആണ് നൈനിറ്റാൾ. ആൻഡ് മീര വാസ് ബോൺ ഇൻ പൂനെ. മീര പൂനെയാണ്, വാസ് എൻ ഇമീഡിയറ്റ് നെയ്ബർ ഓഫ് ഗോവേൻ്റെ. അതും കൂടി അടയാളപ്പെടുത്താണ്. മീര എവിടെയാണെന്ന് പൂനെയാന്ന് പറഞ്ഞിട്ടുണ്ട്. നേരത്തെ നമ്മൾ പൂനെ എന്ന് പറഞ്ഞതിനെ കൊണ്ട് അതിന് നേരെ താഴെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവർ എന്താണെന്ന് പറഞ്ഞാൽ മീര പൂനെ ഗോവേൻ്റെ നെയ്ബറാന്ന്. നൈബറാണെങ്കിൽ എന്താണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഒരു ഡൗട്ട് ഇട്ടിട്ട് ഇതാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതും കൂടി അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇതാണ് പിന്നെന്താണ് ഗോവേൻ്റെ. ഇനി മേഘ തേർഡ് ടു ദ റൈറ്റ് ഓഫ് മോട്ടി. ഇവിടെ എങ്കിലും മോട്ടീനെ നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ടോ, മോട്ടീന് മേഘനെ ഇല്ല. അപ്പോൾ എന്താണ് മേഘ തേർഡ് ടു ദ റൈറ്റ് ഓഫ് മോട്ടി, മേഘ, അതും നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി എന്താണ് മാലി ബോൺ ഇൻ നൈനിറ്റാൾ. ഈ നൈനിറ്റാൾ എന്ന് പറഞ്ഞാൽ ആരാന്ന് പറഞ്ഞാൽ മാലിയാണെന്നങ്ങ് എഴുതി. മാലി എന്നുള്ള ആളാണ് ഈ നൈനിറ്റാൾ എന്നുള്ളത്. ദ വൺ ഹു ബോൺ ഇൻ ഡൽഹി അഡ്ജസൻറ്റ് ടു ദ വൺ നൈനിറ്റാളിൻ്റെ. ഈ നൈനിറ്റാളിൻ്റെ അടുത്ത് തന്നെയാണ് ആരുള്ളതെന്ന് പറഞ്ഞത് ഡൽഹി എന്നും കൂടി, അതും കൂടി നമ്മൾ അടയാളപ്പെടുത്തുകയാണ്. ഡൽഹി, ആ ഡൽഹി എന്നുള്ളത് ആരാ നമുക്ക് എന്താണ് ഇവിടെ എവിടെയും തന്നിട്ടില്ല, ഞാൻ തന്നിട്ടുണ്ടെന്ന് കരുതി. അപ്പോൾ എന്താണ് നൈനിറ്റാളിൻ്റെ അടുത്താണ് ഡൽഹി എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെന്താണ് മിത്ര വാസ് ബോൺ ഇൻ മണാലി ആൻഡ് മേഘ ഡൽഹി. അതാ ഡൽഹി ആരാന്ന് പറഞ്ഞിട്ടുണ്ട്, മേഘയാന്ന് പറഞ്ഞിട്ടുണ്ട്, അതും കൂടി അടയാളപ്പെടുത്താം മേഘ. പിന്നെന്താണെന്ന് പറഞ്ഞാൽ മിത്ര മണാലി എന്ന് പറഞ്ഞത്. ഇവിടെ മിത്ര എഴുതിയിട്ടുണ്ടോ, മിത്ര അതാ മിത്ര എന്നുള്ളത് മണാലിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്, മിത്ര മണാലി. അപ്പോൾ എന്താണ് നമുക്ക് ഓരോ കുറേ പോയിൻ്റ് ഉണ്ട്, ഇതിൽ എവിടെ വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നുള്ള കൺഫ്യൂഷൻ ആയിരിക്കും. അപ്പോൾ എന്താണ് നമ്മൾ അതിന് മുന്നേ ലൈന് വരച്ച് വെക്കുക. 1 2 3 4 5 6 7 8 ആൾക്കാരാണുള്ളത്. അപ്പോൾ എന്താണ് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് നോക്ക്. നൈനിറ്റാളിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 1 2 3 കാര്യങ്ങൾ നൈനിറ്റാളിനെ കുറിച്ച് പറയുന്നുണ്ട്. അതിൽ തന്നെ മിത്രേനെ കണക്ട് ചെയ്ത് ഷിംലേനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ എന്തായിരിക്കും നമുക്ക് നൈനിറ്റാളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. അപ്പോൾ എന്താണ് ഇതെന്താണ് ഇത് സർക്കുലർ ടേബിൾ അതിനെക്കൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ത്രെഡ്സ് മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്താണ് ആദ്യത്തെ ഞാൻ ഇവിടെ തന്നെ നൈനിറ്റാളിന് പ്ലേസ് ചെയ്യുക. അപ്പോൾ നൈനിറ്റാൾ എന്ന് പറഞ്ഞാൽ ആരാന്ന് പറഞ്ഞാൽ മാലിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്, നൈനിറ്റാൾ മാലിയാന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നൈനിറ്റാളിൻ്റെ സെക്കൻഡ് ടു ദ റൈറ്റ് ആരാ മൃഗാണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളെ മലയാളത്തിലെ മൃഗം എന്നല്ല, ഏത് ഹിന്ദിയിൽ എന്തെങ്കിലും നല്ല എന്തെങ്കിലും പേരായിരിക്കും. അപ്പോൾ എന്താണ് മൃഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സ്ഥലം ഏതാണ്, മുംബൈ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെന്താ പറഞ്ഞത് നൈനിറ്റാളിൻ്റെ അടുത്ത് മേഘയാണ് ഡൽഹി. അപ്പോൾ അത് ഇവിടെ വരാം ഇവിടെയും വരാം, നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെന്താണ് നൈനിറ്റാളിൻ്റെ 2 കഴിഞ്ഞിട്ട് മിത്ര മണാലിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ അത് ഇവിടെയും വരാം, നമുക്ക് ഇവിടെയും വരാം, അത് നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ നമുക്ക് ഏതാ പറയാൻ പറ്റുക,
നോക്കുകയാണെങ്കിൽ. അപ്പോൾ എന്താണ് നമ്മൾ ഇതുവരെ നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഏതിനാണ് കണക്ട് ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല. അപ്പോൾ എന്താണ് നൈനിറ്റാൾ, മാലി, മിത്ര, മണാലി എന്നുള്ളത് മാത്രം നമുക്ക് എന്താക്കി 2 കേസായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. നമുക്ക് നൈനിറ്റാൾ എന്നുള്ള എവിടെയാണ്, അങ്ങനെ എന്തെങ്കിലും 2 കഴിഞ്ഞിട്ട് മിത്രത ഇവിടെ വരാനും ചാൻസ് ഉണ്ട്, 2 കഴിഞ്ഞിട്ട് മിത്രത ഇവിടെ വരാനും ചാൻസ് ഉണ്ട്. അത് വെച്ചിട്ട് നമുക്ക് എന്താക്കി 2 കേസ് ഉണ്ടാക്കാം. അപ്പോൾ 2 കേസ് ഉണ്ടാക്കുമ്പോൾ എന്താക്കണം, മേലെ ഓൾറെഡി ഫില്ല് ചെയ്ത് വെച്ച് താഴെ എഴുതി വെക്കണം. അപ്പോൾ എന്താണ് നൈനിറ്റാൾ, മാലി, പിന്നെന്താണ് മുംബൈ, മൃഗ്. ഇനി എന്താ ചെയ്തത്, ഇതാ നൈനിറ്റാളിന് ടു മിത്ര മണാലി എന്നുള്ളത്, നൈനിറ്റാൾ ടു മിത്ര മണാലി, ഇവിടുന്ന് നൈനിറ്റാൾ ടു മിത്ര മണാലി. അപ്പോൾ അത് നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്താണ് ഇത് വേറൊരു കണ്ടീഷനും കൂടി ഉണ്ട്. ഈ മിത്രേൻ്റെ ഓപ്പോസിറ്റ് ഷിംല മോണയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. മിത്രേൻ്റെ ഓപ്പോസിറ്റ് എങ്ങനെയാണ് കാണുക, 8 ആൾക്കാരുണ്ടെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ 3 ഗ്യാപ്പ് കഴിഞ്ഞിട്ടായിരിക്കും. അപ്പോൾ എന്താണ് മിത്രേൻ്റെ ഓപ്പോസിറ്റ് ആരാന്ന് പറഞ്ഞാൽ ഷിംല മോണ. അപ്പം 1 2 3 ഷിംല മോണാന്ന് കിട്ടും. അപ്പോൾ ഇവിടെയോ, ഇവിടെ ആരാന്ന് പറഞ്ഞാൽ മിത്ര മണാലിൻ്റെ ഓപ്പോസിറ്റ് 3 കഴിഞ്ഞിട്ട് ഷിംല മോണ. അപ്പോൾ എന്താണ് ഈ സംഭവങ്ങൾ ഏകദേശം ഒക്കെ നമ്മൾ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി എന്താണ് മേഘ ഡൽഹിയും കൂടി ഉണ്ട്. അപ്പോൾ ഇതാണ് മേഘ ഡൽഹി എവിടെയാണെന്ന് പറഞ്ഞാൽ നൈനിറ്റാൾ മാനിൻ്റെ നൈബറാന്ന് പറഞ്ഞിട്ടുണ്ട്. അതെവിടെ ഫില്ല് ചെയ്യാൻ പറ്റുള്ളൂ, ഇതാ ഇവിടെ അല്ലേ പറ്റുള്ളൂ, ഡൽഹി മേഘ അല്ലേ, ഇവിടെ ആണെങ്കിൽ മേഘ ഡൽഹി. അപ്പോൾ എന്ത് ആദ്യത്തെ ഈ സ്റ്റേറ്റ്മെൻറ്റ് മൊത്തം നമ്മൾ ഫില്ല് ചെയ്തിട്ടുണ്ടല്ലോ, അത് നമുക്കൊന്ന് സ്ട്രൈക്ക് ചെയ്യാം. അപ്പോൾ ഇത് സംഭവങ്ങളൊക്കെ എന്താണ് നമ്മൾ ഏകദേശം ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതാണ് നമുക്ക് ഫില്ല് ചെയ്യേണ്ടത്. നോക്ക്, മേഘേൻ്റെ 3rd to the left ആണ് മൂട്ടി ചെയ്യുന്നത്. നമ്മൾ മേഘേനെ ഓൾറെഡി ഫില്ല് ചെയ്തിട്ടുണ്ടല്ലോ. അതാ മേഘ എവിടെയാണല്ലേ, അതിൻ്റെ 3rd to the left എന്ന് പറയുമ്പോൾ എവിടെയാണ് ഉണ്ടാകുക, ഇതാ എവിടെയല്ലേ ഉണ്ടാകുക. അപ്പോൾ എന്താണ് ഇവിടെയാണ് മൂട്ടിയുള്ളത് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടുത്തെ കേസിലോ, ഇത് താഴത്തെ കേസിലാണെന്ന് നോക്കിയാൽ, മേലത്തെ കേസിലാണെങ്കിലോ മേഘ എവിടെയുള്ളത്, അതിൻ്റെ 3rd to the left ഇവിടെ മൂട്ടി ഉണ്ടാവും. അപ്പോൾ എന്ത് ഇതും കൂടി നമ്മൾ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി എന്താണ് പൂനെ അല്ലെങ്കിൽ മീരേൻ്റെ ഓപ്പോസിറ്റാണ് മാലി. ഇതാ മാലി ഇവിടെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ പൂനെ എവിടെ വരിക, ഇതാ ഇവിടെയല്ലേ വരിക. കാരണം എന്താണ് അതിൻ്റെ ഓപ്പോസിറ്റ്, ഇതാ 3 കഴിഞ്ഞാലാണ് ഓപ്പോസിറ്റ്. പൂനെ മീര എന്ന് വരും. ഇപ്പോൾ എവിടെ മാലി, ഇവിടെ അതിൻ്റെ ഓപ്പോസിറ്റ് 3 കഴിഞ്ഞിട്ട് ഓപ്പോസിറ്റ്. നോക്കണേ, മാലിൻ്റെ ഓപ്പോസിറ്റാണ് പൂനെ മീര എന്ന് പറഞ്ഞത്. മാലി ഇതെവിടെയുള്ള, ഇവിടെ 1 2 3 ഇവിടെ ഓൾറെഡി മോട്ടിയുണ്ട്. അപ്പോൾ ഇതെന്തായി ക്യാൻസലായിപ്പോയി. എന്തുകൊണ്ടാണ് നോക്കണേ, എന്താണ് പറഞ്ഞത്, മാലിൻ്റെ ഓപ്പോസിറ്റ് പൂനെ മീരയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടത്തെ കേസിൽ നോക്കുമ്പോൾ മാലിൻ്റെ ഓപ്പോസിറ്റ് ഓൾറെഡി മോട്ടി എന്താണ് ഇരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായി നമുക്ക് ക്യാൻസലായി പോയില്ലേ. അപ്പോൾ അത് നമുക്ക് ക്യാൻസലായിപ്പോയി. ഇനിയിപ്പോൾ ആകെ എന്താണ് മേലത്തെ കേസ് മാത്രമേ ഉള്ളൂ, മുകളിൽ കൊടുത്ത കേസ് മാത്രമേ നമ്മളെ കയ്യിലുള്ളൂ. പിന്നെ എന്താ പറഞ്ഞത്, പൂനെ മീര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാലിൻ്റെ ഓപ്പോസിറ്റാണ് നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ആ പൂനെ മീരേൻ്റെ അടുത്ത് തന്നെയാണ് എന്താ ഉള്ളതെന്ന് പറഞ്ഞിട്ടുള്ളത്, ഗോവ ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏകദേശം നമ്മളെന്തായി 6 ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി 2 ഉള്ളൂ. 2 എന്താണ്, ഇതിൽ 1 ഒരു പ്ലേസും 1 ഒരാളെ പേരും. അപ്പോൾ ഏതൊക്കെയാണ് ഇല്ലാത്തത് ഫില്ല് ചെയ്ത് കഴിയാത്തതും മാത്രം നോക്കിയാൽ പോരെ. നോക്കുകയാണെങ്കിൽ നമ്മൾ മോണ മോട്ടി നോക്കി, മീര നോക്കി, മാലി നോക്കി, മിത്ര നോക്കി, മാൻസി എന്നുള്ള നോക്കിയില്ല, മേഘ നോക്കി, മൃഗ് നോക്കി. അപ്പോൾ ഇവിടെ ഏതാ വരിക, ഇവിടെ മാൻസി എന്നായിരിക്കും വരിക. മാൻസി എന്ന് വന്ന് ഇനിയിപ്പോൾ പ്ലേസ് നോക്കുകയാണെങ്കിൽ ഷിംല നോക്കി, മണാലി നോക്കി, ആഗ്ര നോക്കിയില്ല, പൂനെ, ഗോവ, നൈനിറ്റാൾ, മുംബൈ, പിന്നെന്താണ് ഡൽഹി. അപ്പോൾ ഏതാണ് ഫില്ല് ചെയ്യാനുള്ളത്, ഇവിടെ ഏതാണ് ആഗ്ര വരണം. അപ്പോൾ ഇതാണ് നമ്മളെ ഡബിൾ ലൈനപ്പ് എന്നുള്ളത്. സിമ്പിളല്ലേ. അപ്പോൾ നമ്മളൊരു 2 നമ്മൾ നോക്കി കഴിഞ്ഞിട്ടുണ്ട്, 3 നമ്മൾ നോക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ലാസ്റ്റ് പസിലും കൂടി നമ്മൾ നോക്കാൻ പോവുകയാണ്. അപ്പോൾ ലാസ്റ്റ് പസിലാണ്, ഡബിൾ ലൈനപ്പിലെ ലാസ്റ്റ് പസിലാണ് ഇനി നോക്കാൻ പോകുന്നത്. ഡബിൾ ലൈനപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഈ സെക്ഷനിൽ നമ്മൾ നോക്കുന്ന സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. പക്ഷേ എന്താണ് നമുക്ക് പ്രിലിംസ് ആയാലും മെയിൻസ് ആയി കഴിഞ്ഞാലും അധിക ക്വസ്റ്റ്യൻസ് എന്താണ് നമുക്ക് ഡബിൾ ലൈനപ്പ് ആയിട്ടാണ് ചോദിക്കുക. ഇനിയിപ്പോൾ നമുക്ക് ഇനി ക്ലാസ് എടുക്കാനുള്ള ഷെഡ്യൂളിംഗ് ആയാലും ഫ്ലാറ്റ് ആൻഡ് ഫ്ലോർ പസിലായാലും എല്ലാത്തിലും എന്താണ് ഡബിൾ ലൈനപ്പ് ആയിട്ട് വരും. ചിലപ്പോൾ എന്താണ് ചില ആൾക്കാരെ കളർ ഏതാണ്, ചില ആൾക്കാരെ സ്ഥലം ഏതാണ്, അങ്ങനെയൊക്കെ ആയിരിക്കും ചോദിക്കുക. പിന്നെ ചില ആൾക്കാരെ നമ്പർ, ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു 10 ചോക്ലേറ്റ് ഉണ്ടെങ്കിൽ അതൊരു ഡബിൾ ലൈനപ്പ് ആയിട്ടാണ് എടുക്കുക. അങ്ങനെയൊക്കെ വരും. അപ്പോൾ എന്താണ് ഇതൊരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു പസിൽസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടോപ്പിക്കാണ്. ഈ ടോപ്പിക്ക് നമുക്കൊന്ന് സെറ്റായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനി വരുന്ന എല്ലാ പസിലും നമുക്ക് സിമ്പിളായിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ക്വസ്റ്റ്യനും കൂടി നമുക്ക് നോക്കാം. അപ്പോൾ എന്താണ് സിറ്റിംഗ് അറൗണ്ട് എ സർക്കുലർ ടേബിൾ 8 ആൾക്കാരുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈച്ച് ഓഫ് ദം ഡിഫറെൻറ്റ് സിറ്റീസ്
എല്ലാവർക്കും എന്താണ് ഓരോ സിറ്റികളാണുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ട്. എഫ് ലിവ്സ് ഇൻ മുംബൈ. അപ്പോൾ എന്താണ് എഫ് മുംബൈ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. മുംബൈ ഇമീഡിയറ്റ് റൈറ്റ് ഓഫ് ഡി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഡി എഫ്. ഞാനിപ്പോൾ തൽക്കാലം ഈ മുംബൈനെ ഞാൻ എന്താ ഇത് മേലെ അങ്ങ് എഴുതുക. ഡി എഫ്, എഫിന് ഞാൻ മുംബൈ എന്നുള്ള മേലെ എഴുതി. അപ്പോൾ എന്താ ഇത് ഇതുവരെ എഫ് ഹൂ ലിവ്സ് ഇൻ മുംബൈ ഇമീഡിയറ്റ് റൈറ്റ് ഓഫ് ഡി എന്താണെന്ന് പറഞ്ഞാൽ പൂനെയാണെന്നും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് രണ്ടാൾക്കാരെ നമുക്ക് സിറ്റിയും കിട്ടിയിട്ടുണ്ട്, അവരുടെ തമ്മിലുള്ള റിലേഷനും കിട്ടിയിട്ടുണ്ട് ഇതുവരെ ചെയ്ത്. ഇനി ജി ഓപ്പോസിറ്റ് ടു ഏതാണ്? ജി ഓപ്പോസിറ്റ് ദ വൺ ഹൂ അഡ്ജസൻറ്റ് ടു എ എന്നാണ് പറയുന്നത്. അതെങ്ങനെ നമുക്ക് വരയ്ക്കുക? ഇതാ നമ്മളെന്താണ് പാരലൽ റോൻ്റെ പസിൽ നോക്കിയപ്പോൾ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് വരയ്ക്കുക എന്നുള്ളത്. എൻ്റെ അഡ്ജസൻ്റായിട്ട് ഒരാളുണ്ട്, അയാൾ ഓപ്പോസിറ്റ് ജി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായി രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റും നമ്മൾ നോക്കിയിട്ടുണ്ട്. പിന്നെ എന്താണ് പറഞ്ഞത്? ജി ഓപ്പോസിറ്റ് ദ വൺ ഹൂ സിറ്റ് അഡ്ജസൻറ്റ് ടു എ ഹൂ ലിവ്സ് ഇൻ ഡൽഹി. എ ഏതാന്ന് പറഞ്ഞാൽ ഡൽഹി എന്നും പറഞ്ഞിട്ടുണ്ട്. അതും കൂടി നമ്മൾ മാർക്ക് ചെയ്യുക. അപ്പോൾ എ എന്നാണ് ഡൽഹി എന്ന് പറഞ്ഞിട്ടുണ്ട്. ദ വൺ ഹൂ ലിവ്സ് ഇൻ നാഗ്പൂർ സെക്കൻഡ് ടു ദ റൈറ്റ് ഓഫ് എ എന്ന് പറഞ്ഞിട്ടുണ്ട്. നാഗ്പൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് ടു ദ റൈറ്റ് ഓഫ് എ ആണ്. അതും കൂടി നമുക്ക് മാർക്ക് ചെയ്യാം. അപ്പോൾ നാഗ്പൂർ സെക്കൻഡ് ടു ദ റൈറ്റ് ഓഫ് എ. അടുത്ത ജിയും എഫ് നോട്ട് അഡ്ജസ്റ്റൻറ്റ് ടു ഈച്ച് അതർ. ജിൻ്റെ അടുത്തല്ല എഫ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതെങ്ങനെയാണ് മാർക്ക് ചെയ്യുക? ജിയും എഫും നോട്ട് അഡ്ജസ്റ്റൻറ്റ് ടു ഈച്ച് അതർ. എച്ച് റായ്പൂർ നോട്ട് അഡ്ജസ്റ്റൻറ്റ് ടു സി ആൻഡ് ഡി. എന്താണെന്ന് പറഞ്ഞാൽ സിൻ്റെയും ഡിൻ്റെയും സി ഓർ ഡീൻ്റെ അഡ്ജസ്റ്റൻ്റ് അല്ല ആര്? എച്ച് റായ്പൂർ. എച്ച് റായ്പൂർ നോട്ട് അഡ്ജസ്റ്റൻറ്റ് ടു സി ആൻഡ് ഡി. ഡി ഓപ്പോസിറ്റ് സി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഡീൻ്റെ ഓപ്പോസിറ്റ് ആരാന്ന് പറഞ്ഞിട്ടുണ്ട്? ഡീൻ്റെ ഓപ്പോസിറ്റ് സി ആണെന്ന് തന്നിട്ടുണ്ട്. ഡി ഇനി അടുത്ത് എന്താണ്? ഈ ഇമീഡിയറ്റ് ലെഫ്റ്റ് ഓഫ് സി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഇമീഡിയറ്റ് ലെഫ്റ്റ് ഓഫ് സി, ഈ ഇമീഡിയറ്റ് ലെഫ്റ്റ് ഓഫ് സി ആണെന്ന് തന്നിട്ടുണ്ട്. അടുത്തത് പേഴ്സൺ ഫ്രം ചെന്നൈ ആൻഡ് ദ പേഴ്സൺ ഫ്രം പട്ന ഓപ്പോസിറ്റ്. ചെന്നൈൻ്റെ ഓപ്പോസിറ്റാണ് പട്ന. ചെന്നൈൻ്റെ ഓപ്പോസിറ്റാണ് പട്ന എന്ന് തന്നിട്ടുണ്ട്. പിന്നെ എന്താണ്? ബി നൈദർ ഓപ്പോസിറ്റ് ഇ നോർ അഡ്ജസൻറ്റ് ടു ജി. എന്താണെന്ന് പറഞ്ഞ് ഇൻ്റെ ഓപ്പോസിറ്റ് ആരല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്? ബി അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെന്താ പറഞ്ഞത്? ബി നൈദർ ഓപ്പോസിറ്റ് ബി, ബി എന്താണ്? നോർ അഡ്ജസൻറ്റ് ടു ജി. ബിയും ജി എന്താണെന്ന് പറഞ്ഞ് അഡ്ജസൻ്റ് അല്ല എന്നും തന്നിട്ടുണ്ട്. പിന്നെന്താണ് ലാസ്റ്റിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? എച്ച് അഡ്ജസൻറ്റ് ടു ലക്നൗ ആണ്. എച്ച് ലക്നൗവിൻ്റെ അടുത്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതെങ്ങനെ എഴുതുക? എച്ച് ലക്നൗ. പിന്നെ എന്താണ്? ഈ പട്നയാണെന്നും പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഈ ഇതാണ് ഇതവിടെ ഈ പട്ന. അപ്പോൾ എന്തായി നമുക്ക് കുറേ സ്റ്റേറ്റ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ഹിൻ്റായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ എന്താണ് സോൾവ് ചെയ്യാൻ പോവുകയാണ്. എത്ര പേരാന്ന് പറഞ്ഞാൽ 8 ആൾക്കാരാന്ന് പറഞ്ഞാൽ 1 2 3 4 5 6 7 8 ആൾക്കാരാണ്. സർക്കുലർ അറേഞ്ച്മെൻ്റ് ആണ്. ഇതിൽ നമുക്ക് എങ്ങനെയാണ് സോൾവ് ചെയ്ത് വരിക എന്നാണ് നോക്കുന്നത്. അപ്പം നോക്കുകയാണെങ്കിൽ നമുക്ക് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക? ഡിയും എഫും ഉണ്ട്. ഡിയും എഫും വേറെ എവിടെയെങ്കിലും ഉണ്ടോ? ദ ഡീൻ്റെ ഓപ്പോസിറ്റ് സി ആയിട്ടുണ്ട്. സീൻ്റെ ഓപ്പോസിറ്റ് സീൻ്റെ അടുത്ത് തന്നെ ഇ ആയിട്ടുണ്ട്. ഈൻ്റെ ഓപ്പോസിറ്റ് ബി അല്ല എന്ന് കുറച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് നമുക്ക് ഡി എഫിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അതാണ് കാരണം എന്താണ് രണ്ടിലും കൂടുതൽ സ്റ്റേറ്റ്മെൻറ്റിലുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറെ ഏതെങ്കിലും കണക്ഷൻ ചെയ്ത് പോകാമെന്ന് കരുതുന്നു. അപ്പോൾ എന്താണ് ഡി എവിടെയാണെങ്കിൽ ഡീൻ്റെ മേലെ പൂനെയാണ്. പിന്നെന്താണ് അതിൻ്റെ അപ്പുറത്ത് എഫ് മുംബൈ ആണ്. പിന്നെന്താണ് വേറെ എവിടെയുള്ള ഡീൻ്റെ ഓപ്പോസിറ്റ് സി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഡീൻ്റെ 1 2 3 സി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെന്താണ് സീൻ്റെ നേരെ ഇടത്ത് ഭാഗത്ത് ഇ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ പട്നയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതുവരെ കിട്ടിയിട്ടുണ്ട്. അതിൽ ഏതൊക്കെ നമ്മൾ ആക്കി ഫില്ല് ചെയ്തിട്ടുണ്ട്? ഇത് നോക്കി ഫില്ല് ചെയ്തിട്ടുണ്ട്. പിന്നെന്താണ് ഇയും സിയും ഫില്ല് ചെയ്തിട്ടുണ്ട്. പിന്നെന്താണ് ഡിയും സിയും ഫില്ല് ചെയ്തിട്ടുണ്ട്. പിന്നെന്താണ് സീൻ്റെയും ഡീൻ്റെ അടുത്തല്ല എച്ച്. സീൻ്റെയും ഡീൻ്റെ അടുത്തല്ല എച്ച്. നോക്ക് ഇവിടെ അല്ല എച്ച് എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എച്ച് വരാതെ അവിടെ 2 സ്ഥലത്തും ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എച്ച് വരാൻ 2 സ്ഥലത്ത് ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. എച്ചിൻ്റെ അടുത്ത് ലക്നൗ ആണെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ. പിന്നെ വേറെ ഇത് വെച്ചിട്ടേക്ക് നമുക്ക് ബാക്കി ഫില്ല് ചെയ്യാം. നോക്കുക ഈൻ്റെ ഓപ്പോസിറ്റ് എന്തായാലും ബി അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതപ്പോൾ എന്തായിരിക്കും? ഇവിടെ ബി അല്ല എന്ന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അതൊന്നും വെച്ചിട്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. ഇനിയിപ്പം ജി എഫ് ഇവിടെ ജി അല്ല എന്നും പറഞ്ഞിട്ടുണ്ട്. ജി അല്ല ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെന്താണ് ബി ചെന്നൈ പട്ന. നോക്ക് ഇവിടെ നോക്ക് ഇവിടെ പട്ന ഉണ്ട്. പട്നേൻ്റെ ഓപ്പോസിറ്റ് ചെന്നൈ ആണെന്ന് തന്നിട്ടുണ്ട്. അതും കൂടി അങ്ങ് ഫില്ല് ചെയ്യാം നമുക്ക്. അപ്പോൾ എന്താണ് 3 എണ്ണം കഴിഞ്ഞിട്ട് പട്ന, ഇവിടെ ചെന്നൈ എന്ന് വരും.
ഇവിടെ ചെന്നൈയിൽ നിന്ന് വരും. അപ്പോൾ ഇതും നമ്മൾ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി ഏതാണ് നമുക്ക് ചെയ്യാനുള്ളത്? ഈ പട്നയുടെ ഓപ്പോസിറ്റ് ബി അല്ലാന്ന് നമുക്ക് തന്നിട്ടുള്ളൂ. വേറെ ഡൽഹി ജി ആണെന്ന് തന്നിട്ടില്ല. സപ്പോസ് ഞാൻ നോക്കണേ, ഇനി നോക്ക്, എയിനെ ഞാൻ ഇപ്പം ഞാനെന്താ ഇവിടെ വെച്ച്, എയിനെ എവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അഡ്ജസ്റ്റൻ്റ് ആയിട്ടുള്ള ആരായിരിക്കും? ഇവിടെ എവിടെയാണ് അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഏത് വരണം എന്ന് പറയുന്നത്? ജി ആയിട്ട്. ഞാൻ എയിനെ എവിടെ വെച്ച് ഇതിൻ്റെ ഓപ്പോസിറ്റ് ജി വരണമെങ്കിൽ 1 2 3 ജി ഇവിടെ വരണം. എയിനെ എവിടെ വെച്ച് ഇതിൻ്റെ ഓപ്പോസിറ്റ് ജി വരണമെങ്കിൽ 1 2 3 ഇതാ ജി ഇതാ ഇവിടെ വരണം. അത് വെച്ചിട്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ എന്താണ്, എഫ് ആയിട്ട് കണക്ഷൻ ഇല്ല എന്ന് പറഞ്ഞിട്ടുള്ളൂ, ബി ആയിട്ട് കണക്ഷൻ ഇല്ല എന്ന് പറഞ്ഞ് അതും വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റില്ല. എച്ച് ലക്നൗ, എച്ച് റായ്പൂർ. ഇനിയിപ്പോൾ ഇതെങ്ങനെയാണ് ബാക്കി കണ്ടിന്യൂ ചെയ്യാന്നുള്ളത് നോക്കുകയാണെങ്കിൽ നമുക്ക് എ, പിന്നെ എ കഴിഞ്ഞിട്ട് എന്താണ് ഒരു എ കഴിഞ്ഞിട്ട് എൻ്റെ സെക്കൻഡ് റൈറ്റ് നാഗ്പൂർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് എവിടെ പ്ലേസ് ചെയ്യാൻ പറ്റുക? നമ്മളിപ്പോൾ ഞാനിപ്പോൾ എനെ എവിടെ പ്ലേസ് ചെയ്ത് നാഗ്പൂർ ഇവിടെ വരുമോ? ഇല്ല. എനെ എവിടെ പ്ലേസ് ചെയ്ത് നാഗ്പൂർ ഇവിടെ വരുമോ? ഇല്ല. എനെ എവിടെ പ്ലേസ് ചെയ്ത് നാഗ്പൂർ ഇവിടെ വരും. അപ്പോൾ അതൊരു ചാൻസാണ്. ഇനിയിപ്പം വേറെ എവിടെ പ്ലേസ് ചെയ്യാൻ പറ്റുക? എനെ എവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നാഗ്പൂർ ഇത് അവിടെ വരണം. എന്തായാലും നടക്കില്ലല്ലോ. അപ്പോൾ എനെ എവിടെ മാത്രമേ പ്ലേസ് ചെയ്യാൻ പറ്റുള്ളൂ? എനെ ഞാനിതാ ഇവിടെ വെച്ച്, അങ്ങനെയാണെങ്കിൽ നാഗ്പൂർ ഇതാ ഇവിടെ നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നോക്കണേ, എനെ അവിടെയാണെങ്കിൽ ജി എവിടെയായിരിക്കും വരിക? എ അവിടെ ഞാൻ പ്ലേസ് ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ജി എവിടെയൊക്കെ വരാൻ ചാൻസ് ഉണ്ട്? എ എന്ന് പറഞ്ഞാൽ ഡൽഹി ആണെന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. അതും കൂടി നമ്മളന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എ എന്ന് പറഞ്ഞാൽ ഡൽഹി ആണ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതോ എൻ്റെ നൈബർ അതിൻ്റെ ഓപ്പോസിറ്റാണ് ജി ആന്ന് പറഞ്ഞത്. അപ്പോൾ ഇവിടെ ആണെങ്കിൽ ജി എവിടെ വരിക? ഇവിടെ വരാൻ ജി വരാൻ ചാൻസ് ഉണ്ട്, അവിടെ ജി വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഏതാണ്, പിന്നെ എവിടെ ജി വരാൻ ചാൻസ് ഉള്ളത്? പിന്നെ ഇവിടെയാണ് ജി എങ്കിൽ, ഇവിടെയാണ് അതിൻ്റെ എൻ്റെ നമ്പറെങ്കിൽ 1 2 3 ഇവിടെയും ജി വരാൻ ചാൻസ് ഉണ്ട്. എവിടെയൊക്കെ ജി വരാൻ ചാൻസ് ഉള്ളത്? ഒന്ന് ഇവിടെ ജി വരാൻ ചാൻസ് ഉണ്ട്, പിന്നെ ഏതാണ് ഇവിടെ ജി വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ 2 സ്ഥലത്ത് ജി വരാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്താണ്, ജി എവിടെയാണോ വരുന്നത്, ജി എവിടെയാണോ വരുന്നത് അതിൻ്റെ അടുത്ത് ബി വരില്ല. ഇപ്പോൾ ഇവിടെ ജി ആണെങ്കിൽ ഇവിടെ ബി വരില്ല, അവിടെയാണ് ബി വരുള്ളൂ. അവിടെ ജി ആണെങ്കിൽ ഇവിടെ ബി വരില്ല, ഇവിടെ ബി വരുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുന്നതാണ്. ഇനിയിപ്പോൾ എങ്ങനെയാണ് കണ്ടിന്യൂ ചെയ്യുക? ജി എന്തായാലും എഫിൻ്റെ അടുത്തല്ല പറഞ്ഞിട്ട് അത് എങ്ങനെ പോയാലും അത് നടക്കില്ല. അപ്പോൾ എന്താണ് അടുത്തത്? സി ഓർ ഡി എന്താന്ന് പറഞ്ഞാൽ എച്ചിൻ്റെ അടുത്തല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. സി ഓർ ഡി എച്ചിൻ്റെ അടുത്തല്ല. നോക്കണേ, സി ഓർ ഡി അതാണ് മെയിൻ പോയിന്റ്. സി ഓർ ഡി എച്ചിൻ്റെ അടുത്തല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എച്ച് ഇവിടെ വരുമോ? ഇല്ല. എച്ച് അവിടെ വരുമോ? അത് വരില്ല. അപ്പോൾ എച്ച് എവിടെ മാത്രമേ വരുള്ളൂ? എച്ച് ഇതാ ഇവിടെ മാത്രമേ വരുള്ളൂ. എച്ച് എന്താണ് റായ്പൂർ അന്നും തന്നിട്ടുണ്ട്. അപ്പോൾ എച്ച് ഇവിടെ മാത്രമേ വരുള്ളൂ. അങ്ങനെയാണെങ്കിലോ ജി അവിടെ ഇവിടെയും വരുന്ന പറയുന്നത്, അതവിടെ വെക്കണേ. അപ്പോൾ ഇത് ഞാൻ എഴുതിയിട്ടുണ്ട്. പിന്നെ എന്താണ് പറഞ്ഞത്? എച്ച് എന്ന് പറഞ്ഞാൽ ലക്നൗവിൻ്റെ അടുത്താന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എച്ച് ഇവിടെയാണെങ്കിൽ ലക്നൗ ഇവിടെ വരൂ, അതില്ല. അപ്പോൾ ലക്നൗ എവിടെ വരുള്ളൂ? ലക്നൗ ഇവിടെയാണെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളെന്താണ് ഇതുവരെ എല്ലാം ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഫില്ല് ചെയ്യാനുള്ളത് ഇതാണ് ബീനെയും ജീനെയാണ്. അപ്പോൾ നോക്കുകയാണെങ്കിൽ ജി ഇവിടെയും ഫില്ല് ചെയ്യാൻ പറ്റും, ജി ഇവിടെയും ഫില്ല് ചെയ്യാൻ പറ്റും, ബിയും അതുപോലെ തന്നെ അവിടെയും ഇവിടെയും ഫില്ല് ചെയ്യാൻ പറ്റും. പക്ഷേ എന്താണ് ഇവിടെ വേറൊരു കണ്ടീഷനും കൂടിയുണ്ട്. ഈൻ്റെ ഓപ്പോസിറ്റ് ബി വരില്ല എന്നുള്ളത്. ഈൻ്റെ ഓപ്പോസിറ്റ് ഏതാ? നോക്ക്, 1 2 3 ഇവിടെയല്ലേ? അപ്പോൾ ഇവിടെ ബി വരില്ല. അങ്ങനെയാണെങ്കിൽ അവിടെ ഏതേ വരുള്ളൂ? ജി എ വരുള്ളൂ. ഇവിടെയോ? അപ്പം എന്തായിരിക്കും? ഇവിടെ ലക്നൗ എന്നുള്ളത് ബിയും വരും. അപ്പോൾ എന്തായി? നമുക്ക് കിട്ടിയ കണ്ടീഷൻസ് അനുസരിച്ച് നമ്മളെന്തായി ഹിൻറ്റുകൾ ഉണ്ടാക്കി. ആ ഹിൻറ്റുകൾ വെച്ചിട്ട് എന്താണ് നമ്മൾ ഫോം ചെയ്ത്, കുറച്ച് ലെങ്തി പ്രോബ്ലമാണ്. പക്ഷേ എന്താണ് നമുക്ക് സിമ്പിളായിട്ട് കിട്ടും. എന്താണ് ചിലപ്പോൾ നമ്മൾ ഈ ബോർഡിലൊക്കെ ചെയ്യുമ്പോൾ എന്താണ് കുറച്ച് ടഫ് പോലെയൊക്കെ തോന്നുന്നെങ്കിലും എന്താണ് നമ്മളായിട്ട് ചെയ്യുമ്പോൾ എന്തായിരിക്കും? നമ്മളായിട്ട് ചെയ്യുമ്പോൾ നമ്മളെ രീതിയിൽ ഹിൻറ്റുകൾ വെച്ച് ചെയ്യുമ്പോൾ എന്തായിരിക്കും? കുറച്ച് സിമ്പിളാണ്. പക്ഷേ ചിലപ്പോൾ എന്താണ് ചില സമയത്ത് കൺഫ്യൂഷൻ ആവും. അപ്പോൾ അതിനെന്താണ് ഈ കൺഫ്യൂഷൻ ഉണ്ടാകാണ്ടിരിക്കാൻ എന്ത് ചെയ്യേണ്ടേ? ഇതേപോലത്തെ കുറേ പ്രോബ്ലംസ് എടുത്തെന്തായി പ്രാക്ടീസ് ചെയ്യുക. ഈ റീസണിങ്ങിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ പ്രിലിംസിൽ ആകെ എന്താണ് 35 ചോദ്യമായിരിക്കും ഉണ്ടാകുക. IBPS ക്ലർക്ക് അല്ലെങ്കിൽ SBI ക്ലർക്ക് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പ്രിലിംസിൽ 35 ചോദ്യമാണ് ഉണ്ടാകുക. അതിലൊരു മിനിമം ഒരു 20 to 25 ചോദ്യങ്ങൾ എന്തായിരിക്കും എന്ന് പറഞ്ഞാൽ പസിൽസ് എന്നായിരിക്കും വരിക. അപ്പോൾ എന്താണ് ഈ എക്സാമിൻ്റെ 2 ദിവസം മുന്നേ അല്ലെ 3 ദിവസം മുന്നേ മാത്രം പസിൽസൊക്കെ എടുത്ത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 25 ഒന്നും പെട്ടെന്ന് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോൾ റീസണിങ്ങിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പസിൽസ് പ്രോബ്ലങ്ങൾ എന്താണ് ഡെയിലി ഒരു മിനിമം ഒരു 10 പസിലെങ്കിലും ചെയ്യണം. മിനിമം ഡെയിലി 10 പസിലെങ്കിലും ചെയ്യണം. അപ്പോൾ നമ്മൾ ഇതുവരെ എന്താണ് റീസണിങ് പസിൽസിലാകെ 5-6 വീഡിയോ അയച്ചിട്ടേ ഉള്ളൂ. ഇനിയും എന്താണ് പസിൽസ് വേറെ ടൈപ്പ് നമ്മൾ ഡിസ്കസ് ചെയ്യാണ്ട് അത് അടുത്ത വീഡിയോകളിൽ ഡിസ്കസ് ചെയ്യും. ആ ഡിസ്കസ് ചെയ്യുന്ന
പഠിക്കുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുക, ഇതേ മോഡൽ ടൈപ്പ് പസിൽ എല്ലാവരും ഡെയിലി എടുത്ത് ചെയ്ത് നോക്കുക. ഇപ്പം നമ്മൾ പറഞ്ഞ എന്താണ്, ഡബിൾ ലൈനപ്പ് പസിലാണ്. ഡബിൾ ലൈനപ്പ് പസിലാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റീസണിങ്ങിൽ. അപ്പോൾ ഇതേ മോഡൽ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എടുത്ത് എടുത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ്, ഈ പസിൽസിലെ ഈ 20 മുതൽ 25 പ്രോബ്ലംസ് സിമ്പിളായിട്ട് നമുക്ക് പ്രിലിംസിൽ സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. എന്തായാലും എന്താണ്, നമുക്ക് ഈ സീസണിൽ വരുന്ന എല്ലാ IBPSൻ്റെ എക്സാമുകളും ക്ലിയർ ചെയ്യാനും പറ്റുന്നതാണ്. അപ്പോൾ ഇതേപോലത്തെ ടൈപ്പ് പ്രോബ്ലംസ് എന്തായാലും എടുത്ത് പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്തിട്ട് എന്തെങ്കിലും, അതുമാത്രമല്ല നമ്മൾ ഈ ഡിസ്കസ് ചെയ്തതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് കമൻറ്റ് സെക്ഷനിലും ചോദിക്കുക.